ആയിരക്കണക്കിന് ആരോരും അറിയാത്ത രക്ഷാപ്രവർത്തകരാണ് ഇപ്പോൾ വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. വലിയ സത്യസന്ധതയോടെയാണ് അതിൽ 99.99% ആളുകളും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പക്ഷേ നേരെ തിരിച്ചുള്ള വാർത്തയാണ് ഇവിടെ പുഞ്ചിരിമട്ടത്ത് നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ചില വീടുകളിൽ നിന്ന് ചില സാധനങ്ങൾ മോഷണം പോകുന്നുണ്ട് എന്ന പരാതി, അതിന് സുരക്ഷ വേണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുകയാണ്. എന്താണ് വിഷയം? ഞങ്ങൾക്ക് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇത് എൻ്റെ ഏട്ടനാണ്. ഈ ഏട്ടൻ്റെ വീട്ടിൽ എല്ലാവരും അവിടെ നിന്ന് മാറി താമസിച്ചു. ഞങ്ങൾ രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് ഒന്നും ഇട്ടെടുത്തില്ല, വീട് ലോക്കാക്കി പോയതാണ്. ഇപ്പോൾ വീട് ബാക്ക് ഡോറ് പൊളിച്ചിട്ടുണ്ട്. മിഞ്ഞാന്ന് വന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ റിസോർട്ട് ഓടിയതാണ്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ റിസോർട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കണേ. അപ്പോൾ നമ്മളാരും ഇപ്പോൾ വീടും കാര്യം ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പല ആളുകളും പുറത്തുള്ള ആളുകളാണ് ഇവിടെ ഓരോരോ വീട്ടിൽ കയറി നടക്കുന്നത്. എന്താ ഈ ദുരന്തം ഏറ്റുവാങ്ങിയ ആൾ എന്ന രീതിയിൽ ആൾക്കാർ എന്താ ഇതിനൊരു പ്രതിവിധി എന്താണ്? ഈ ദുരന്തം ഇത് നമുക്ക് ഇതിൻ്റെ വ്യാപ്തി അളക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ സത്യത്തിൽ എന്താണ് ചെയ്യുക? കാരണം ഞങ്ങളെല്ലാതും സീറോ ആണ് ഞങ്ങളെല്ലാവരും. പ്രത്യേകിച്ച് നമ്മൾ ഈ മേഖല എന്ന് പറഞ്ഞത് ഒന്ന് ഡെവലപ്പായിട്ട് വരുന്ന പിന്നെ ടൂറിസം മേഖല ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു മേഖലയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങളൊക്കെ സീറോ ആണ്. ഞങ്ങൾക്കൊക്കെ പെരകൾ നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് കച്ചവടക്കാരാണ്, വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു. അതിനിടയിൽ പിന്നെ നമ്മൾ അത് മാത്രമല്ല, അന്ന് റെസ്ക്യൂ ഇവരെ പിന്നെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉള്ളത്, റിസോർട്ട് എന്നുള്ളത് ഇവരതായിരുന്നു. ഇവിടെ 100-200ഓളം ആളുകൾ അന്ന് ഇവർ സേഫ് ചെയ്തതുകൊണ്ട് നമുക്ക് അത്രയും ആളുകൾ ജീവൻ കിട്ടി. പക്ഷേ നമ്മളെല്ലാവരും ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോയപ്പോൾ ഇവിടെ ആരോ വന്നിട്ടുണ്ട്, റിസോർട്ടുകളൊക്കെ തുറന്ന് അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്, ഇവരെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ആകെ അലങ്കോലാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഇതിൻ്റെ ഒരു പ്രതിവിധി എന്താ? അല്ല, ഇത് പുറത്തുള്ള ആളുകളാണ് ഇങ്ങോട്ട് കൂടുതലും വരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഞങ്ങളെ നാട്ടുകാരിങ്ങോട്ട് വിടുന്ന പോലുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്നലെ വരെ ഉണ്ടായിരുന്നത്, ഇന്നൊക്കെ വരാൻ കഴിയുന്നുണ്ട്. ഇത് മുതലാക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തല്ല, നമ്മളെ സഹായിക്കാൻ വരുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു 5% ആളുകൾ കള്ളന്മാരായിട്ടുള്ളവർ തന്നെ അവിടെ ഉണ്ട്. അവരുടെ ഉദ്ദേശം വേറെയാണ്, രക്ഷാപ്രവർത്തനം വേറെയൊന്നുമല്ല. ഇതുകൊണ്ടുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആയിരക്കണക്കിന് രക്ഷാപ്രവർത്തകർ ഞങ്ങളെ സഹായിക്കാൻ വന്ന ആളുകൾക്ക് പോലും മൈനസ് ആണ് ഇവരെ പോലത്തെ കള്ള നാണയങ്ങൾ. അവർക്ക് പിന്നെ രക്ഷാപ്രവർത്തനമല്ല മെയിൻ, അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം. നാടിൻ്റെ നാനാഭാഗത്ത് നിന്ന് സ്വന്തം ജീവൻ പോലും നോക്കാതെ അതെല്ലാം പണയപ്പെടുത്തി ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആത്മാർത്ഥതയുള്ളവർക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമാവുകയാണ് ഈ പ്രശ്നക്കാർ. ഇവരാരാണ്? ഇവരെ കണ്ടെത്തേണ്ടതുണ്ട്. തീർച്ചയായും ഇവിടുത്തെ പോലീസും സംവിധാനങ്ങളും അതിന് വഴിയൊരുക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.